സഹൃദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 മാച്ച് 34 ഗ്രൂപ്പ് ഇ ജർമ്മനി വേഴ്സസ് ഐവറി കോസ്റ്റ് മത്സരം ഇന്നുണ്ടായിരിക്കുന്നതാണ്. എന്തായാലും ആദ്യത്തെ കളി ജർമ്മനി കുറുക്കാവിനെ 7-1 അടിച്ചിരിക്കുന്നത്. അതുപോലെ ഐവറി കോസ്റ്റ് 1-0 ഇക്വറ്റോറിന് അടിച്ചിരിക്കുന്നത്. 2 പേർക്കും 3 പോയിന്റ് ഉണ്ട്. ഓക്കെ, എന്തായാലും എന്താ പറയുക, എൻ്റെ ഒരു പ്രഡിക്ഷൻ ജർമ്മനി 2-1 ജയിക്കുമെന്ന് തന്നെയാണ്. പിന്നെ ജർമ്മനി ആയതുകൊണ്ട് ഹാലിളകി കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റത്തില്ല, അതെനിക്കറിയാമല്ലോ ആ ഒരവസ്ഥ ഉള്ളതുകൊണ്ട്. എന്നാലും 2-1 ഐവറി കോസ്റ്റ് അത്ര മോശം ടീമൊന്നും അല്ല. ഐവറി കോസ്റ്റിന് എടുത്ത് പ്രളയത്തൊക്കെ ഒരു പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ കെസി ഉണ്ട്, ഡയാലെ ഉണ്ട്, സിംഗോ ഉണ്ട്, അതുപോലെ എന്താ പറയുക നിക്കോളസ് പെപ്പെ ഉണ്ട്, സംഗ്വേ ഉണ്ട്, അതുപോലെ ഗോൾ കീപ്പർ ഫൊഫാനെന്ന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. ഇവരൊരു ഇതെന്ന് പറഞ്ഞാൽ വിങ്സിൽ നല്ല എക്സ്പ്ലോസീവ് പേസാണ് ഐവറി കോസ്റ്റിൻ്റെത്. കഴിഞ്ഞ നിങ്ങൾ കണ്ടായിരുന്നു. അതുപോലെ സ്ട്രോങ് ഡിഫെൻസീവ് സ്ട്രക്ചറും ഉണ്ട് ഇവർക്ക്. ഇന്ന് എന്താ പറയുക, നമ്മുടെ അപ്പുറത്ത് മുസലേ പ്ലസ് റിറ്റ്സിൻ്റെ ആ ഒരു നീക്കങ്ങളാണ് ഇവരുടെ ആ ഡിഫെൻസീവ് സ്ട്രക്ചറിനെ പൊട്ടിക്കാനുള്ളത്. അതുപോലെ ട്രാൻസിഷൻ അറ്റാക്കിംഗ് ടു ഡിഫെൻഡിങ്ങും ഡിഫെൻസീവ് അറ്റാക്കിങ്ങും ഇവരുടെ അടിപൊളി തന്നെയാണ്. ജർമ്മനി ഓൾറെഡി അറ്റാക്കിങ്ങിൽ ഹെവി ട്രാൻസിഷനാണ്. അവർ പോണ പേസ് നമ്മൾ കൗണ്ടേഴ്സ് നമ്മൾ കൺട്രോളിലാണല്ലോ. എന്തായാലും ജർമ്മനിയുടെ പ്ലേയേഴ്സ് എടുത്ത് പറയേണ്ട മുസല്ല, ഹവേർട്സ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, കിമ്മിച്ച് ഉണ്ട്, റിറ്റ്സ് ഉണ്ട്, റുഡിഗർ ഉണ്ട്, നെംചെ ഉണ്ട്, സനയുണ്ട്. ഇത്രയും പേര് അതുപോലെ നല്ല പോലെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ടീമാണ് ജർമ്മനി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുസല്ലയും റിറ്റ്സും ആ കോംബോ പേടിക്കുക തന്നെ വേണം. ഐവറി കോസ്റ്റ് എന്നല്ല, ഈ ടൂർണമെൻറ്റിൽ ജർമ്മനി എത്രത്തോളം കളിക്കുന്നുണ്ടോ അത്രത്തോളം പേടിക്കേണ്ട ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ്, ആ കോംബോ തന്നെയാണ് അവർ. അതുപോലെ അറ്റാക്കിങ് ഫുൾ ബാക്സ് എന്ന് പറഞ്ഞാൽ ഹെവി അറ്റാക്കിംഗ് ആണ്, നല്ല പ്രസ്സിങ്ങും. ജർമ്മൻ കളി നമുക്കറിയാം, ഇന്നും എങ്ങനെയുണ്ടെന്ന് നമുക്ക് എന്തായാലും നോക്കാം. ഐവറി കോസ്റ്റ് എന്തായാലും നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്ന ഏറെക്കുറെ ഉറപ്പാണ്. കാരണം MSV ആദ്യമേ പറയുന്നുണ്ട്, കോച്ച് പറയുന്നുണ്ട്, നമ്മൾ എന്താ പറയുക, നമ്മൾ ഒന്നുമില്ലാത്ത വന്നിരിക്കുന്ന ഒരു ടീം തന്നെയാണ്, നമുക്ക് ആരെയും പേടിയില്ല, നമുക്ക് പറ്റുന്നിടത്തോളം നമ്മൾ എന്തും ചെയ്യും. ആ മൂഡ് തന്നെയാണ് അവരുടെ എന്താ പറയുക, ഏതൊരു ടാക്ടിക്കൽ അപ്രോച്ചിനെക്കാട്ടിയും ഹെവി സാധനമാണ് എന്താ പറയുക ഫൈറ്റിംഗ് സ്പിരിറ്റ്. അപ്പോൾ അത് ഈ മാച്ച് കഴിഞ്ഞ് നമുക്ക് എന്തായാലും കാണാം. അതുവരേക്കും ബൈ.